ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് നമ്മളത് ഹെലോങ് ബേ പോകാൻ എല്ലാം റെഡി ആയിരിക്കുക. രാവിലെ 8 മണിക്ക് തന്നെ കറക്റ്റ് പിക്കപ്പ് പറഞ്ഞു, കറക്റ്റ് പിക്കപ്പ് കോളും വന്നു. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്യാനുള്ള നമ്മളെ ഗൈഡ് നമ്മൾ ഇന്ന സ്ഥലത്ത് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മൾ നോക്കിയും കണ്ട് നിൽക്കുകയായിരുന്നു. ഇനി എങ്ങോട്ടൊക്കെ പോകണം എന്തൊക്കെയാണെന്നൊരു ഡീറ്റെയിൽ എടുക്കുമായിരുന്നു. അപ്പോഴേക്ക് ഇതേ വണ്ടി വന്നു, നമ്മൾ കയറി. നല്ല കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു പലയിടത്തുനിന്നായിട്ടായിരിക്കും പിക്കപ്പ് വരാം. അപ്പോൾ നമ്മൾ കയറി അങ്ങനെ ഓരോ സ്ഥലത്ത് ഇതുവരെ നിർത്തി ഓരോ ആൾക്കാരെ കയറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1.5 ഹവേഴ്സുള്ള ഡ്രൈവ് ഉണ്ട് നമ്മൾ ഹാലോങ് ബേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വണ്ടി സിറ്റിയിൽ നിന്ന് ടൗണിൽ നിന്നൊക്കെ വിട്ടു. അങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും കുറേ പേര് കയറുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് ഗൈഡ് വന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകണത്, എന്താണ്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് എല്ലാം ഡീറ്റെയിൽ ചെയ്തു കേട്ടോ. അപ്പോൾ അതെല്ലാം കേട്ടു. പിന്നെ ഡ്രൈവർ അങ്ങേരെ പേരും പറഞ്ഞു. അങ്ങനെ അവർക്ക് 2 പേരുണ്ട് കേട്ടോ, ഒരു ഇംഗ്ലീഷ് നെയിമുണ്ട്, ഒരു സാധാ പേരുണ്ട്. അങ്ങനെ കുറച്ചും കൂടി നമ്മൾ ഒരു കുറച്ച് കിലോമീറ്റർ പോയപ്പോൾ നമുക്കൊരു റെസ്റ്റിംഗ് സ്പോട്ട് കിട്ടി. അപ്പോൾ രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തതുകൊണ്ട് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഫുഡ് കഴിക്കായിരുന്നു. അപ്പോൾ ഞങ്ങളും ഫുഡ് കഴിച്ചു, ഒരു ചെറിയൊരു സാൻഡ്വിച്ചൊക്കെ കഴിച്ച് വീണ്ടും ഒരു 10-15 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും നമ്മൾ തിരിച്ച് ബസ് കയറി. ഇപ്പോൾ കണ്ടോ നേരത്തെ കയറിയേക്കാട്ടും ബസ്സെല്ലാം ഫുള്ളായിരുന്നു. അങ്ങനെ നമ്മൾ വിയറ്റ്നാമിൻ്റെ ഹനോയിൻ്റെ ടൗൺ ഏരിയ എല്ലാം വിട്ട് കണ്ടോ ഇങ്ങനത്തെ ഒരു ഇപ്പോൾ നമ്മളൊക്കെ നാട്ടിലത്തെ പോലത്തെ ഒരു അഗ്രികൾച്ചർ ഏരിയയും അങ്ങനത്തെ നല്ല ഗ്രീനറി നിറഞ്ഞൊരു സ്ഥലമായിരുന്നു. അങ്ങനെ ഇതെല്ലാം പാസ് ചെയ്തു. ഇനി നമുക്ക് ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സ് കൂടി നമുക്ക് ഈ സ്ഥലത്തേക്ക് പോകണം. അങ്ങനെ നമ്മളൊന്ന് ഓൾമോസ്റ്റ് ഇങ്ങനെ എത്താറാകുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനത്തെ ടെറൈനൊക്കെ പെട്ടെന്ന് മാറി ഒരു സീ ലെവലിലോട്ട് പോയി. നല്ല കാറ്റും നല്ല പിന്നെ പോണ വഴി കുറേ ഇത് അടുത്തെത്തുമ്പോഴേക്കും കുറേ റിസോർട്ടുകളെല്ലാം നമുക്ക് കാണായിരുന്നു കേട്ടോ. പല റിസോർട്ടുകളും എനിക്ക് തോന്നുന്നു നല്ല കോസ്റ്റ്ലി ആയിരിക്കാം, പക്ഷേ നല്ല ഭംഗിയുള്ള കിട്ടില്ലൻ റിസോർട്ട്സുകളായിരുന്നു ഈ പോണ വഴി മൊത്തം. അങ്ങനെ നമ്മൾ ഹെലോങ് ബേൻ്റെ ആ ഒരു പോർട്ട് സൈഡിലെത്തി കേട്ടോ. ഇനി ഇവിടുന്ന് നമുക്ക് ഒരു ക്രൂയിസാണ് നമ്മൾ ബുക്ക് ചെയ്തത്. ഒരു 4 സ്റ്റാർ ക്രൂയിസ് ആയിരുന്നു. ഇവിടെ അന്ന് ഇറങ്ങിയപ്പോഴും മനസ്സിലായത് നല്ല തിരക്കുണ്ട്, കുറേ ബസ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഗൈഡ് കണ്ടോ ഇതേപോലെ ഒരു ഇത് പിടിച്ച് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ നമ്മളും പോയി അതിന് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണമായിരുന്നു. അപ്പോൾ അതെല്ലാം ഗൈഡായിരിക്കും നോക്കുക. അപ്പോൾ നമ്മളോട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് പോയാൽ മതി, അവിടെ വെയിറ്റ് ചെയ്യൂ, ഞങ്ങൾ ടിക്കറ്റൊക്കെ ആയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ഗ്യാതറിങ് പോയിൻ്റ് ഉണ്ട്, ആ പോയിന്റിലോട്ട് നമ്മൾ നടക്കുക. ആ ഗ്യാതറിങ് പോയിന്റിലെത്തി കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളെ ഗൈഡ് വന്ന് നമുക്ക് എല്ലാവർക്കും ടിക്കറ്റ്സ് തന്നു. നമുക്ക് കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു പലർക്കും പല ക്രൂയിസാണ്. അപ്പോൾ ഓരോരോ ആൾക്കാരത് വെച്ചിട്ട് ഏതൊക്കെ ക്രൂയിസാന്ന് വെച്ച് അങ്ങനെ നമുക്കും ടിക്കറ്റ് വന്നു. ഇനി നമുക്ക് ഒരു ബോർഡിങ് പോയിൻ്റ് ഉണ്ട്. ഈ ഒരു ഇത് വെച്ചിട്ട് ഇതേപോലെ കുറേ ക്രൂയിസുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ ഇങ്ങനെ ലൈനപ്പായി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ക്രൂയിസ് ഇതാണ് നമ്മളെ ക്രൂയിസ്. അപ്പോൾ നമ്മളിത് പയ്യെ കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും കയറിയിട്ടല്ലേ പോകുള്ളൂ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കയറാമെന്ന് വെച്ചു. അപ്പോൾ ഹെർക്കുലീസ് ലക്ഷറി ക്രൂയിസാണ് നമ്മളുടെ. അങ്ങനെ ഇവർ ഓരോരുത്തരെ പിടിച്ച് കയറ്റുന്നുണ്ടായിരുന്നു. കയറിയപ്പോൾ തന്നെ ഒരു വെൽക്കം ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു വെറ്റ് ടവൽസ് തരുന്നുണ്ടായിരുന്നു. നമുക്ക് മൊത്തത്തിലൊന്ന് എന്താ പറയുക വൈപ്പ് ചെയ്യാം. ഒന്ന് കയറി വന്നപ്പോൾ തന്നെ പിന്നെ കണ്ടത് എന്താ വെച്ചാൽ ഫുഡ് നിരത്തി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ബുഫേ ആയിരുന്നേ. ഈ ബുഫേ അടക്കമാണ് നമ്മൾ ഈ ക്രൂസിൻ്റെ ടിക്കറ്റ് എടുക്കുക. ഓക്കെ, അപ്പോൾ കിടിലം ഫുഡാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി ബുഫേ ടൈം ആയിട്ടില്ല. അപ്പോൾ ഇനി എല്ലാവർക്കും അവരൊരു സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതാത് സീറ്റിങ്ങിൽ തന്നെ നമ്മൾ പോയിരുന്ന് നമുക്ക് അവർ കുറച്ചൊരു ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിലിംഗ് തരും. എന്നിട്ടായിരിക്കും ഫുഡ് എന്ന് വിചാരിക്കണോ. നല്ല വിശപ്പുണ്ട്, അതടുത്ത കാര്യം. അങ്ങനെ ഇരുന്ന് കുറച്ച് നേരത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ശേഷം ഫുഡിൻ്റെ ടൈമായി എന്നവർ പറഞ്ഞു. പിന്നെ ഫുഡിൻ്റെ ടൈമായപ്പോൾ എല്ലാവരും ഇറങ്ങി ഓടി ബുഫറ്റ് എടുക്കാൻ തുടങ്ങി. വെറൈറ്റി ഫുഡായിരുന്നു കേട്ടോ. കുറേ സീ ഫുഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ ചിക്കൻ്റെയും കുറേ വെജിറ്റബിൾസും സൂഷി, സൂപ്പുകൾ, ഫ്രൂട്ട്സുകൾ എല്ലാം നല്ലതായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ബോട്ട് ഓൾറെഡി മൂവ് ചെയ്യുന്നുണ്ട് ക്രൂയിസ്. അപ്പോൾ നമുക്ക് ചുറ്റിനും കാണാം, നല്ല വ്യൂ ആയിരുന്നു. അതേപോലെ കുറേ ക്രൂയിസ് പോകുന്നുണ്ട് കേട്ടോ. അറ്റ് എ ടൈം തന്നെ ഇഷ്ടം പോലെ നമുക്ക് ചുറ്റിനും കാണാൻ പറ്റും. ഇതെല്ലാം ഹാലോങ് ബേൻ്റെ ആ കേവും ടോപ്പ് നോച്ച് കാണാനും എല്ലാം വേണ്ടിയിട്ടാണ് പോണേ. അപ്പോൾ ഇത് ആടി ഒലഞ്ഞിട്ടാണെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ. നല്ല കാറ്റും നല്ലതും ഇങ്ങനെ. പിന്നെ കുറേ കണ്ടോ ഈ കിങ് കോങ് മൂവിയിലൊക്കെ കണ്ട പോലത്തെ കുറേ മലകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളും ബോട്ടിൻ്റെ ഡെക്കിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ പുറത്തിറങ്ങി. അപ്പോൾ പുറത്ത് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. സ്വിമ്മിംഗ് പൂളിൽ പിള്ളേർ കളിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിലും പൂൾ യൂസ് ചെയ്യാം, അങ്ങനെയുണ്ട്. പിന്നെ കുറച്ച് പിള്ളേർ പുറത്തുണ്ട്. അപ്പോൾ രാഹുൽ കുറച്ച് പിള്ളേരായിട്ട് കമ്പനി അടിച്ചിരിക്കുകയായിരുന്നു. നമ്മളും കുറച്ച് ജ്യൂസൊക്കെ വാങ്ങിച്ച് ആ കാറ്റൊക്കെ കൊണ്ട് മൊത്തം കണ്ട്. പിന്നെ കുറേ ഫോട്ടോസും കുറേ നല്ല
ഫോട്ടോസും നമ്മളെടുത്തു. കുറേ കോമഡി ഫോട്ടോസും ഇതെല്ലാം ഉണ്ടല്ലോ, ഇതൊക്കെയല്ലേ രസം. അങ്ങനെ നമ്മളിതെല്ലാം എടുത്ത് നമ്മൾ സെറ്റായി. പക്ഷെ മൊത്തത്തിലും നല്ല ഭംഗിയായിരുന്നു കാണാൻ, നല്ല ഗ്രീനറി ആയിരുന്നു. പിന്നെ രാഹുലിൻ്റെയും അച്ഛൻ്റെയും കുറേ പൂക്കി പോസസ് അങ്ങനെ വേണം ഇതിൻ്റെ പറയാൻ, കണ്ടോ അതിൻ്റെ കുറേ പൂക്കിയുണ്ട്. അച്ഛൻ നിന്നായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഞാനും പൊന്നും മാറിയെന്ന് ഞങ്ങൾ ഫോട്ടോസ് എടുക്കുമായിരുന്നു. അവിടുന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ബോട്ട് ബേലെത്തി. ഇനി ഇവിടെ ഒരു കേവ് ഉണ്ട് കേട്ടോ. ഈ കേവ് കാണാനാണ് നമ്മൾ ഇങ്ങോട്ട് ഫസ്റ്റ് വന്നത്. അപ്പോൾ ഇതേപോലെ പല നല്ല തിരക്കുണ്ട് കണ്ടോ. ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ കേവ് കാണാനുള്ള നല്ല ക്യൂ ഉണ്ട്. പക്ഷെ എല്ലാവരും അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. ഇവർ ഓൾറെഡി പറഞ്ഞിരുന്നു എന്താ കുട എടുക്കണം, അതെടുക്കണം, സൺസ്ക്രീൻ എടുക്കണം, ഇതെല്ലാം നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നിരുന്നു. അപ്പോൾ ഈ ഒരു കേവിലോട്ടാണ് നമ്മൾ പോണത്. അപ്പം ഈ കേവ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കയറി പോകണം കേട്ടോ. അങ്ങനെ പയ്യെ നമ്മളിത് ഈ കേവിൻ്റെ ഉള്ളെത്തി. ഇത് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ വെള്ളം നിന്നും അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടായ കേവാണ്. നല്ല ഭംഗിയുള്ള, എനിക്ക് തോന്നുന്നു യുനെസ്കോൻ്റെ ഇതിൽ ലിസ്റ്റിലൊക്കെ ഉള്ള കേവ്സാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലും ഇവർ ടൂറിസ്റ്റേഴ്സിന് വേണ്ടി നല്ല രീതിക്ക് തന്നെ അവരത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ്. ഈ ഫോട്ടോയിലോ വീഡിയോയിലോ കാണുന്ന പോലെയല്ല, ലിറ്ററലി അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ നമ്മൾ ചൂടത്തുനിന്ന് വന്നേ പെട്ടെന്ന് ഉള്ളിൽ കയറിയപ്പോൾ ഭയങ്കര തണുപ്പും. അപ്പോൾ നമ്മളതൊക്കെ കണ്ടു. ഭയങ്കര രസമായി തോന്നി കേട്ടോ. കാരണം വെച്ചാൽ ലൈംസ്റ്റോണിൻ്റെ ഇതാണെന്നാണ് തോന്നണം എനിക്ക്. കുറേ ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും അത് പ്രോപ്പർ ലൈനിൽ നിന്നും ക്യൂവിൽ നിന്ന് കണ്ടായിരുന്നു പോയിരുന്നത്. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് തന്നെ വിചാരിക്കും നേച്ചർ എന്ത് അടിപൊളി ക്രിയേഷനാണ് ഉണ്ടാക്കി വെച്ചേക്കണത്. കാരണം വെച്ചാൽ അതിൽ ഓരോന്നും നമുക്ക് നല്ല ഭംഗിയാണ്. അതും ഈ കേവ് അത്യാവശ്യം ഉള്ളിലോട്ട് ദൂരമുണ്ട്. ഉള്ളിൽ കുറേ സ്പേഷ്യസുമാണ് ഇതിൻ്റെ ഉള്ളിൽ. അങ്ങനെ പലയിടത്തും ചിലത് അവർ ഓരോ മൊനുമെൻറ്റ്സായി തിരിച്ച് അവിടെ എന്തൊക്കെയോ അവിടുത്തെ എന്താ പറയേണ്ട ഇതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് സ്പെഷ്യാലിറ്റീസൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു നമ്മളെ ഗൈഡ്. അപ്പോൾ ഗൈഡും നമ്മളെ ലീഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗൈഡിൻ്റെ പുറകെ പോവാം. അങ്ങനെയാണ് ആ സിസ്റ്റം. അങ്ങനെ നമ്മളിതെല്ലാം കണ്ടു. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും. ബിക്കോസ് ഇതൊക്കെ കാണുക എന്ന് പറയുമ്പോഴും ഈ ഓർമ്മകൾ ഉണ്ടാവുക എന്ന് പറയുന്നതും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പയ്യെ ഇറങ്ങി. ഇത് മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ ക്രൂയിസെല്ലാം എടുക്കണത്. ഇനി നമ്മൾ ക്രൂയിസിൽ കയറാനുള്ള പ്ലാനാണ്. അപ്പോൾ എക്സിറ്റ് പോയിന്റ് വേറെ, അപ്പോഴേക്കും ക്രൂയിസ് അപ്പുറം സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി നമുക്ക് ക്രൂയിസ് കയറിയിട്ട് അടുത്തൊരു സ്പോട്ടിലോട്ടും കൂടി നമുക്ക് പോകണം. അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരു കേവിൻ്റെ ഉള്ളിൽ, കേവല്ല ഒരു വെള്ളത്തിൽ കൂടെ പോകേണ്ട ഒരു ആക്ടിവിറ്റി ആയിരുന്നേ. അതെന്ന് പറഞ്ഞാൽ എയ്തർ നമുക്ക് സ്വന്തമായിട്ട് 2 പേർക്ക് റോ ചെയ്യാം, അല്ലെങ്കിൽ 6-7 പേർക്ക് ഒരു ബോട്ട്, അതിനൊരാൾ സെപ്പറേറ്റ് ആളുണ്ടാവും, അയാൾ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ നമ്മളതാ ചൂസ് ചെയ്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് പോകാനുള്ള ഇത് നമുക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മളത് പോയില്ല. പക്ഷെ നല്ല ആൾക്കാരുണ്ട്, കുറേ പേര് അത് ചൂസ് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ അപ്പോഴേക്കും നമുക്ക് ടിക്കറ്റ് എല്ലാം കിട്ടി. അങ്ങനെ ടിക്കറ്റ് നമുക്ക് ഗൈഡ് കൊടുന്ന് തന്നു. അപ്പോൾ നമ്മളെ ബോട്ട് അവിടെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ ആൾക്കാർ വരുന്നതനുസരിച്ച് ഇങ്ങനെ ബോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കും കയറിയിരുന്നിട്ട് അവർ നമ്മളെ തുഴഞ്ഞു കൊണ്ടുപോകും. അപ്പോൾ നമ്മളും കയറി ഇതേപോലെയാണ്. ഒരാളുണ്ടാവും നമുക്ക് തുഴഞ്ഞെത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ബോട്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് നമുക്ക് റോ ചെയ്ത് പോകാമെന്ന്. അങ്ങനെ കുറേ പേര് റോ ചെയ്യുന്നു. ഇനി കണ്ടോ ഈ മലയുടെ ഇടുക്ക് കണ്ടോ, ഈ ഇടുക്കിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പാസ് ചെയ്യും. ഇടുക്കിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്തിട്ട് ഇത് അപ്പുറത്തൊരു സെക്ഷൻ ഉണ്ട്, അവിടെ എത്തും. ഇത് നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇടുക്ക് പാസ് ചെയ്തിട്ട് നമ്മൾ അപ്പുറം സെക്ഷൻ എത്തി. അപ്പം മൊത്തം നമ്മൾ ചുറ്റിനും ഈ മലകളായിരിക്കും കേട്ടോ. ഭയങ്കര ഭംഗിയാണ്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വീഡിയോയിലോ ഫോട്ടോയിലോ കാണുന്നേക്കാട്ടും അടിപൊളിയാണ്. പിന്നെ കുറേ രാജ്യക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കുറേ പാട്ട് പാടുന്നു, സൗണ്ടുകൾ ഉണ്ടാക്കുന്നു. നല്ല രസമായിരുന്നു. ഇങ്ങനെ കുറേ ബോട്ട്. പിന്നെ ഈ ചെറിയ ബോട്ടുകൾക്കൊരു ഇതുണ്ട് കേട്ടോ. ഈ വലിയ ബോട്ടുകൾ ചിലപ്പോൾ അവയുമ്പോൾ കയറി ഇടിക്കുകയൊക്കെ ചെയ്യും. മറ്റേത് നമുക്കൊരു കൺട്രോൾ ഇല്ലെങ്കിൽ നമ്മൾ കയറി ഇടിക്കാൻ, ചിലപ്പോൾ നമ്മൾ ആ വെള്ളത്തേക്ക് വീഴാൻ ഇവൻ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ബിക്കോസ് നമുക്ക് ജാക്കറ്റ് ഇട്ടുണ്ടല്ലോ. ഞങ്ങളങ്ങനെ പോകുമ്പോൾ ഈ 2 പെമ്പിളേർ അവർ നമ്മളെ വന്ന് ഇടിച്ചു. അവർക്ക് നന്നായിട്ട് ഹിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അത് എന്നുവെച്ചാൽ നമ്മളെ റോ ചെയ്യുന്ന ആൾക്കാർ നിർത്തലും പിടിക്കലൊന്നുമില്ല. കണ്ടോ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന കുട്ടീനെ ഇത് ഇടിച്ചതാണ് നമ്മളെ വണ്ടി. അപ്പോൾ അതെന്ന് വെച്ചാൽ അത് നമുക്ക് പ്രോപ്പർ കൺട്രോൾ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമ്മളതും കണ്ട് അവിടുന്ന് ഇറങ്ങി തിരിച്ചു വന്ന് നമ്മൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി നമുക്ക് അടുത്തൊരു സ്പോട്ടിലോട്ട് പോകണം. അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നേരെ ഒരു മലേൻ്റെ ഹൈറ്റിലാണ്. അവിടെ മുകളിലൊരു വ്യൂ പോയിൻ്റാണ്. ഇത് ടിപ്പ് ടോപ്പ് ഐലൻഡ് എന്ന് അതിൻ്റെ പറയാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് കയറാനുണ്ട്. അത് അത്യാവശ്യം ഒരു ട്രക്കിങ് പോലെ ഉണ്ട്.
അപ്പോൾ വേണ്ടവർക്ക് കയറാം, വേണ്ടവർക്ക് കയറണ്ട. അപ്പോൾ ഇവരെങ്ങനെയാ വെച്ചാൽ ഇത്ര സമയം എന്നുള്ളൊരു അലൊക്കേഷൻ നമുക്ക് തരും, ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങൾ തിരിച്ചു വരണം. അപ്പോൾ നമ്മൾ പയ്യെ കയറി തുടങ്ങി. ആ കയറുമ്പോൾ വ്യൂ ആട്ടോ ഇത്. കയറുമ്പോൾ വ്യൂ നമ്മൾ മുകളിൽ നിന്ന് കാണുമ്പോൾ ഇഷ്ടം പോലെ ക്രൂസുകളുണ്ട് നമുക്ക് മനസ്സിലാവും. കുറേ യാത്രകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല രസമൊക്കെ ഉണ്ട്. മുകളിൽ നിന്ന് നമ്മൾ ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതുകൊണ്ട് ഭയങ്കര ടൈനിയായി കാണും. അങ്ങനെ അതൊക്കെ നമ്മൾ കയറി ഇറങ്ങി ഇനി വീണ്ടും നമ്മൾ തിരിച്ച് ബോട്ട് കയറണം. ഇനി ബോട്ട് കയറി നമ്മൾ ടൈമിൻ്റെ മുന്നേ എത്തി. അങ്ങനെ നമ്മൾ വീണ്ടും കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ വീണ്ടും ബോട്ട് കയറി. അങ്ങനെ ബോട്ട് പയ്യെ മടങ്ങി തുടങ്ങി കേട്ടോ. അപ്പോൾ ബോട്ട് കയറുമ്പോഴൊക്കെ അവർ നമുക്ക് ടീ ഒക്കെ തരും, അതൊക്കെ തരും. ഇനി നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ മറ്റേ ഹാലോങ് ബേൻ്റെ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ബേൻ്റെ അങ്ങോട്ടോ പോകണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ ഫോട്ടോസ് എടുത്ത് കുറേ കോമഡി ആയിട്ട് കുറേ രസങ്ങളായിരുന്നു കേട്ടോ. തിരിച്ച് വണ്ടി കയറുമ്പോഴേക്ക് വീണ്ടും ഈവനിങ് ആയി. അങ്ങനെ വീണ്ടും ഒരു 1.5 മണിക്കൂർ യാത്രയുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു പോയി നമ്മൾ വീണ്ടും ഹനോയ് സിറ്റിയിലോട്ട് എത്തി. ഹനോയ് സിറ്റിയിൽ ഇനി നമുക്ക് ഇന്ന് ലാസ്റ്റ് നൈറ്റാണ് നമ്മളവിടെ. അപ്പോൾ ഒന്ന് കറങ്ങണം. അങ്ങനെ നമ്മളെ പിക്ക് ചെയ്തോടത്ത് തന്നെ അവർ കൊണ്ടുവന്ന് ഇറക്കും. അതാണ്. എന്നിട്ട് ഇന്ന് ഓൾറെഡി ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് ഇവിടെ മാർക്കറ്റുകളൊക്കെ ഫുൾ ഓണായിരുന്നു കേട്ടോ. ഫുൾ ഓൺ എന്ന് പറഞ്ഞാൽ ഫുൾ ലൈറ്റും പാട്ടും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. നമുക്കും ഇന്ന് ഭയങ്കര വിഷമമുണ്ട്. കാരണം വെച്ചാൽ ഇന്ന് നമ്മളെ ലാസ്റ്റ് നൈറ്റും കൂടി അല്ലേ ഇവിടെ. അപ്പോൾ നമ്മളിന്ന് മാക്സിമം നൈറ്റ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചൊരു ചിന്തയിൽ നമ്മൾ ഇറങ്ങി. പിന്നെ ലാസ്റ്റ് ടൈം ഷോപ്പിങ്ങളൊക്കെ ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഫുൾ ടൈം ഇന്ന് ഇവിടെ മൊത്തം എൻഗേജ്ഡ് ആവാനുള്ള പ്ലാനായിരുന്നു നമുക്ക്. അങ്ങനെ വീണ്ടും ഒരു 1 ഷോപ്പിങ്ങിന് ശേഷം നമ്മൾ അപ്പോഴേക്കും രാത്രി 12 കഴിഞ്ഞിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 1 AM ആവാറായിരുന്നു. ഒരു 1 ഷോപ്പിങ്ങിനും എല്ലാം ശേഷം ഇന്ന് പിന്നെ ഞങ്ങൾക്ക് ലോങ് ഡേ ആയിരുന്നു. ഭയങ്കര ടയേർഡും കൂടിയാണ്. അപ്പോൾ ഇനി റൂമിൽ പോകണം, പിന്നെ റെസ്റ്റ് ചെയ്യണം. പിന്നെ അതൊന്നുമല്ല, ഞങ്ങൾക്ക് എല്ലാം പാക്കിങ് ചെയ്യണം. എന്നിട്ട് രാവിലെ പോകും വേണം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇന്ന് ഭയങ്കര വിഷമത്തോടുകൂടി ഞങ്ങൾ എണീക്കണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഇവിടെ ഹനോയിനോടും വിയറ്റ്നാമിനോടും ഒക്കെ ഞങ്ങൾ യാത്ര പറയാണ്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ നേരത്തെ എണീറ്റ് ഒന്നും കൂടി മൊത്തത്തിലൊന്ന് നടന്നു. ബിക്കോസ് ഞങ്ങൾക്കൊരു നൂൺ ടൈമിലാണ് ഞങ്ങളെ ഫ്ലൈറ്റ് എന്ന് പറയണത്. അങ്ങനെ മൊത്തം നടന്നതിന് ശേഷം നമ്മുടെ ടൈം ആവുന്നതനുസരിച്ച് നമ്മൾ വണ്ടിയൊക്കെ ബുക്ക് ചെയ്തു. ഇനി നേരെ എയർപോർട്ടിലോട്ട് പോകണം. അപ്പോൾ ഭയങ്കര വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ. പക്ഷെ നല്ല ഒരു അടിപൊളി ട്രിപ്പായിരുന്നു ഇത്. ഇത്രയും ദിവസം ഞങ്ങളൊരു 7-8 ദിവസം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഞങ്ങളെല്ലാം ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതേപോലെ ടയേർഡ് ആയിരുന്നു. മൊത്തത്തിൽ ഭയങ്കര ടയേർഡ് ആയിരുന്നു. എന്നാലും ശരി, ഈ ഹാപ്പി ഫേസസ് കണ്ടില്ലേ. ഇനി ഞങ്ങൾ നേരെ എയർപോർട്ടിൽ പോകണം. ഇനി നാട്ടിലോട്ട് പോകണം. അങ്ങനെ വിയറ്റ്നാമിനോടൊക്കെ യാത്ര പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കയറിയ വണ്ടിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഇവിടെ കുറേ രാജ്യക്കാരെ പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തൊരു 50 റുപ്പീസിൻ്റെ ഒരു കറൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അടുത്ത വണ്ടിയിൽ വെച്ചു. അങ്ങനെ അങ്ങേരെ ഹാപ്പിയായി. അങ്ങനെ കുറച്ച് ഡ്രൈവിന് ശേഷം വീണ്ടും ഞങ്ങൾ എയർപോർട്ടിലെത്തി. നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമ്മൾ അഡീഷണൽ ലഗേജ് ആഡ് ചെയ്തിരുന്നു കേട്ടോ. ബിക്കോസ് നമുക്കറിയായിരുന്നു അത് വേണ്ടി വരുമെന്ന്. അങ്ങനെ ഇനി ഞങ്ങൾ ചെക്കിനിലോട്ട് പോയി. ഞങ്ങളെ ബാഗെല്ലാം ആപ്റ്റായിരുന്നു. കറക്റ്റ് വെയിറ്റും കറക്റ്റ് കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ എക്സസ് ലഗേജ് ആഡ് ചെയ്യണം. നിങ്ങളും എന്തായാലും പോകുന്നുണ്ട് ആഡ് ചെയ്യണം. ബിക്കോസ് നമുക്ക് ഇവിടുന്ന് കുറേ പർച്ചേസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓൾറെഡി ബഡ്ജറ്റ് എയർലൈൻസാണ് വരണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ പയ്യെ നമ്മൾ വിയറ്റ്നാമിനോട് യാത്ര പറയാണ്. അതിൻ്റെ സങ്കടമാണ് ഞങ്ങൾ മുഖത്തൊക്കെ കണ്ടോ. ഞങ്ങൾ വന്നപ്പോൾ എന്ത് ഹാപ്പി ആയിരുന്നു. എല്ലാ വട്ടവും ഇങ്ങനെ തന്നെയായിരുന്നു നമുക്ക് യാത്ര കഴിഞ്ഞ് പോകുമ്പോൾ. അങ്ങനെ പയ്യെ വിയറ്റ്നാമിനോടൊക്കെ യാത്ര പറഞ്ഞ് നല്ലൊരു ഓർമ്മകളും കൊണ്ട് ഞങ്ങൾ തിരിച്ചു വരായി. അപ്പോൾ ശരി, ബൈ.